ഇടുക്കിയുടെ ജനവിധി അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം. പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജിന്റെ കൊട്ടിക്കലാശം നാളെ കട്ടപ്പനയിൽ നടക്കും. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസിന്റെയും LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥിന്റെയും കൊട്ടിക്കലാശം തൊടുപുഴയിലും നടക്കും. അവസാന ലാപ്പിലും പൊള്ളുന്ന ചൂടിൽ മുന്നണി സ്ഥാനാർത്ഥികളുടെ പ്രചരണം ആവേശ കൊടുമുടിയിലാണ്. പരസ്യപ്രചാരണം അവസാനിക്കുവാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ജനസ്വീകാര്യത ഉറപ്പിച്ചാണ് മുന്നണി സ്ഥാനാർത്ഥികൾ പ്രചരണത്തിൻ്റെ അവസാന ലാപ്പിൽ പര്യടനം നടത്തുന്നത്. LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് ഇന്ന് രാവിലെ ദേവികുളം മണ്ഡലത്തിലെ പര്യടനം 10-ാം മൈലിൽ നിന്ന് ആരംഭിച്ചു. കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി പോൾസൺ മാത്യു ഉദ്ഘാടനം ചെയ്തു. അടിമാലി വെള്ളത്തൂവൽ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തിയ സ്ഥാനാർത്ഥി ഉച്ചയ്ക്ക് ശേഷം പള്ളിവാസൽ മാങ്കുളം പഞ്ചായത്തുകളിലുമെത്തി. വൈകിട്ട് 6-ഓടെ കുറത്തിക്കുടിയിൽ സമാപിച്ചു. UDF സ്ഥാനാർത്ഥി ഡീൻ കുര്യാക്കോസ് ഇന്ന് തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ എത്തി പര്യടനം നടത്തി. 40ഓളം കേന്ദ്രങ്ങളിലാണ് സ്വീകരണം ഒരുക്കിയത്. തൊടുപുഴ നഗരസഭയിലും കുമാരമംഗലം, കോടിക്കുളം, വണ്ണപ്പുറം, കരിമണ്ണൂർ, ഉടുമ്പന്നൂർ എന്നീ പഞ്ചായത്തുകളിലുമാണ് ചൊവ്വാഴ്ച ഡീൻ കുര്യാക്കോസ് പര്യടനം നടത്തിയത്. ഉച്ചയ്ക്ക് ശേഷം പട്ടയക്കുടി, അമയപ്ര, പാറേക്കവല എന്നീ പ്രദേശങ്ങളിൽ കൂടി പര്യടനം ഏറ്റുവാങ്ങി. പര്യടനം രാത്രി ഉടുമ്പന്നൂരിൽ സമാപിച്ചു. രാവിലെ മൂവാറ്റുപുഴ പെരുമറ്റത്ത് BJP സംസ്ഥാന സമിതി അംഗം PP സജീവൻ NDA സ്ഥാനാർത്ഥിയുടെ പര്യടനം ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി, അരക്കുഴ, ആവോലി, അയവന, കല്ലൂർക്കാട്, മഞ്ഞളൂർ, മാറാടി, പായിപ്ര, പാലക്കുഴ, വാളകം, പൈങ്ങാട്ടൂർ, പോത്താനിക്കാട് എന്നീ പഞ്ചായത്തുകളിലൂടെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി പൈനാപ്പിൾ സിറ്റിയായ വാഴക്കുളത്ത് പര്യടനം സമാപിച്ചു. കഴിഞ്ഞ 16 ദിവസമായി നടന്നു വന്നിരുന്ന തുറന്ന വാഹനത്തിലുള്ള സ്ഥാനാർത്ഥി പര്യടനം മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പര്യടനത്തോടു കൂടിയാണ് സമാപിച്ചത്. ഇലക്ഷൻ ഡെസ്ക്, ഇടുക്കി വിഷൻ.